ശ്രുതി നമ്മളിപ്പോൾ സ്ഥിരം കാണുന്നൊരു പാറ്റേൺ ഉണ്ട്, അതായത് അതെന്താണെന്ന് പറയുന്നില്ല, ഡിസ്ക്ലോസ് ചെയ്യുന്നില്ല, സ്പോയിലറായി പോകും. അതിൽ അവൾ തൃപ്തിയാണ്, മനസ്സിലായില്ലേ? അതാണ് നടന്ന സംഭവം. പടം കുഴപ്പമില്ല, ഫാമിലി പടമാണ്. അതായത് എന്താണ്, ഈ ഭാര്യ ഭർത്താക്കന്മാരായിട്ട് റെസിഡൻസ് ഏരിയ താമസിക്കുന്ന ആൾക്കാരുടെ നടക്കുന്ന സംഭവങ്ങളാണ്, അതിനെ ചുറ്റിപ്പറ്റിയാണ് പോകുന്നത്. പെർഫോമൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബിജു മേനോൻ, സുരാജ്, ജോണി ആൻ്റണി, ശ്രുതി എല്ലാവരും ചെയ്തിട്ടുണ്ട്. ശ്രുതി നമ്മളിപ്പോൾ സ്ഥിരം കാണുന്നൊരു പാറ്റേൺ ഉണ്ട്, അതായത് ഒരു വൈഫ്, ഒരു ഭാര്യ, വീട്ടമ്മ, ആ ഒരു പാറ്റേൺ. പുള്ളിക്കാരി ആ ഒരു റോളെല്ലാം നന്നായിട്ട് ചെയ്തിട്ടുമുണ്ട്. പുള്ളിക്കാരി ഇതിലും ആ ഒരു ടൈപ്പ് പാറ്റേൺ ആണ്, നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. പിന്നെ എന്താ പറയുക, മൊത്തത്തിൽ സ്കോർ ചെയ്തേക്കുന്ന ബിജു മേനോൻ തന്നെയാണ്. അതിലൊരു സസ്പെൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് പുള്ളിയുടെ ഒരു ക്യാരക്ടറിൽ. അതെന്താണെന്ന് പറയുന്നില്ല, ഡിസ്ക്ലോസ് ചെയ്യുന്നില്ല, സ്പോയിലറായി പോകും. ഓവറോൾ നോക്കുകയാണെങ്കിൽ നമുക്ക് കുഴപ്പമില്ലാതെ കണ്ടിരിക്കാൻ പറ്റിയൊരു ഫാമിലി പടമാണ്. ബിജു മേനോൻ തന്നെയാണ്. എല്ലാവരും സ്കോർ ചെയ്തിട്ടുണ്ട്, പക്ഷേ നമുക്ക് എന്താ പറയുക, എല്ലാവരെക്കാളും ഒരു അല്പം ഒരു ഇഷ്ടം ബിജു മേനോനോട് തോന്നി ഈ പടത്തിൽ. പുള്ളിയാണ് സ്കോർ ചെയ്തത് ഏറ്റവും കൂടുതൽ. എല്ലാവരും ചെയ്തിട്ടുണ്ട്, പക്ഷേ ഏറ്റവും ടോപ്പ് എന്ന് പറയുന്നത് ബിജു മേനോൻ്റെ പെർഫോമൻസാണ്. നന്നായിട്ട് ചെയ്തിട്ടുണ്ട്, കുഴപ്പമൊന്നുമില്ല, പുള്ളി നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പടത്തിൽ കോമഡി എലമെൻറ്റ്സ് ഉണ്ട്, പക്ഷേ ചെറിയൊരു മെസ്സേജും കാര്യങ്ങളും പറയുന്നുണ്ട്. എന്താണെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അത് സ്പോയിലർ ആവുകൊണ്ട് ഞാൻ ഡിസ്ക്ലോസ് ചെയ്യുന്നില്ല. കോമഡി ആവശ്യത്തിനുണ്ട്, പിന്നെ ഒരു മെസ്സേജ് കാര്യങ്ങളുണ്ട്. ഓവറോൾ ഫാമിലി മൂവിയാണ്, കുഴപ്പമില്ല, നമുക്ക് കണ്ടിരിക്കാം. സിനിമ അത്യാവശ്യം കുഴപ്പമില്ലെന്ന് പറയാം. പിന്നെ ബിജു മേനോൻ ഉള്ളതുകൊണ്ട് പിന്നെ അത്യാവശ്യം പടം നമ്മളെ പിടിച്ചിരുത്തുന്നുണ്ട്. നടന്ന സംഭവം, അതായത് നമ്മുടെ കുടുംബജീവിതത്തിൽ ഉണ്ടാകുന്ന സംഭവങ്ങൾ, ചിലപ്പോൾ നമ്മൾ ജോലി കാര്യങ്ങളായിട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ എന്ത് കാര്യത്തിന് പോയാലും കൂട്ടുകാരായിട്ട് നമ്മൾ വെള്ളം അടിക്കുന്നു, നമ്മൾ എൻജോയ് ചെയ്യുന്നു, കറങ്ങുന്നു, അവിടെ കറങ്ങുന്നു, ഇവിടെ കറങ്ങുന്നു. എന്തുകൊണ്ട് നമ്മുടെ ഭാര്യയെ കൊണ്ടുപോയി നമ്മൾ എൻജോയ് ചെയ്യുന്നില്ല? അതൊക്കെയാണ്, അങ്ങനെയുള്ളൊരു സംഭവമാണ് ഈ സിനിമ. അതാണ് പറയണത്. നമ്മളെപ്പോഴും നമ്മളെ ഭാര്യയെ നമ്മളെപ്പോഴും നല്ല രീതിയിൽ കെയർ ചെയ്യും, നല്ല രീതിയിൽ നമ്മൾ സ്നേഹത്തോടെ കൊണ്ടുപോകണം. ആ സ്നേഹത്തിൽ എല്ലാം ഉണ്ടാവും. അതിൽ അവൾ തൃപ്തിയാണ്, മനസ്സിലായില്ലേ? അതാണ് നടന്ന സംഭവം. അതാണ് പടം കൊണ്ട് വെച്ചേക്കണം. അതെല്ലാവരും പോയി കാണണം. തൃപ്തിയില്ലാതെ ആർക്കും കാര്യം പിന്നെ അവർ ആരുടെ പറയാൻ പറ്റും? ഇപ്പോൾ നമ്മുടെ അടുത്ത് ആരത്തെങ്കിലും പറയാൻ പറ്റുമോ? എൻ്റെ അടുത്ത് പറയാൻ പറ്റുമോ? നമ്മളത് മനസ്സിലാക്കണ്ടേ? മനസ്സിലാക്കി നമ്മളത് പെരുമാറണം. ഇത് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങളാണ് ഇതൊക്കെ എന്ന് പറയുന്നത്. എല്ലാ വലിയ ഫ്ലാറ്റുകളിൽ താമസിക്കുന്നവരിലും നമ്മളെപ്പോലെ പാവപ്പെട്ട വീട്ടിൽ ഓരോ കുടിലിൽ താമസിക്കുന്ന നമ്മളെപ്പോലുള്ള ആൾക്കാരുടെ വീട്ടുകളിലും പല സംഭവങ്ങളുണ്ടാവും. അതിന് നല്ലൊരു ഭർത്താവാവണം, ഭാര്യയെ സ്നേഹിക്കാൻ നല്ലൊരു ഭർത്താവാവണം. എന്നാലേ ആ ജീവിതം മുന്നോട്ടുള്ളൂ. അതാണ് നടന്ന സംഭവം. സുരാജേട്ടൻ പുള്ളി വ്യത്യസ്തമായിട്ട് ഓരോ ക്യാരക്ടറായിട്ട് ഇങ്ങനെ വരാം. കാര്യം അധികം കോമഡിയും കാര്യങ്ങളൊന്നും ഇല്ല. അണ്ണ അങ്ങനെ വലിയ ഒരു അണ്ണൻ്റെ സ്ലാങ് തന്നെ ഇപ്പോൾ തിരുവനന്തപുരം സ്ലാങ്ങിനെ അണ്ണ ഇപ്പോൾ മാറ്റിയിട്ട് ഇപ്പം ഇതിവിടെ നമ്മൾ എറണാകുളത്തുള്ള സ്ലാങ്ങൊക്കെ ഇപ്പോൾ അണ്ണ സംസാരിക്കുന്നത്. എന്നാലും അണ്ണ ഇങ്ങനെ ഒരു കഴിവായിട്ട് വന്നതിൽ ഈശ്വരൻ കൊടുത്ത ഒരു വരദാനാണ് സുരാജ് അണ്ണന്. കാരണം വെച്ച് കഴിഞ്ഞാൽ പുള്ളി ഇനിയും നല്ല രീതിയിൽ ഒരുപാട് വേഷങ്ങൾ ചെയ്ത് നല്ല രീതിയിൽ കയറി വരണം. എന്നാലും പൃഥ്വിരാജ് അണ്ണൻ്റെ കൂടെ ഡ്രൈവിംഗ് ലൈസൻസ് സിനിമയിൽ സുരാജ് അണ്ണൻ്റെ കൂടെ മുട്ടി നിന്നാലും സുരാജ് അണ്ണൻ തോറ്റിട്ടില്ല. കണ്ടല്ലേ സിനിമ? സുരാജ് അണ്ണ പൃഥ്വിരാജിനെ കാട്ടി അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. അത് നമ്മളെ തിരുവനന്തപുരത്തുകാർക്ക് ഒരു അഭിമാനമാണ് നമ്മൾ അണ്ണൻ. മനസ്സിലായില്ലേ? അടിപൊളിയായിരുന്നു.